ആഗോള അയ്യപ്പ സംഗമം എങ്ങനെയെങ്കിലും ഒന്ന് നടത്താനായി പല വാതിലുകളും മുട്ടുകയാണ് ദേവസ്വം ബോർഡ്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് ഒരു വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിനും എന്തിനാണ് അയ്യപ്പ സംഗമം, എന്തിനു വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം, അല്ലെങ്കിൽ ആരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു വ്യക്തതയും വരുത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുമില്ല. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനൊരു വ്യക്തത വരുത്താൻ സാധിക്കാത്തത് സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഹിന്ദു സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അയ്യപ്പ സംഗമമൊക്കെ നടത്തിക്കുള്ളൂ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് 2018 നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ഓർക്കണം. ആ നിങ്ങൾ തന്നെയാണോ ഈ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് എന്നതിൽ ജനങ്ങൾക്ക് വലിയൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നതെങ്കിൽ 2018 നിങ്ങളുടെ നിലപാട് പിൻവലിക്കണം, മാപ്പ് പറയണം. അതായത് സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ എങ്ങനെയും കയറ്റി അടങ്ങൂ, അവിടെ ആചാരലംഘനം നടത്തി അടങ്ങൂ എന്നുള്ള ഒരു നിങ്ങളുടെ നിലപാടുണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നൊക്കെയുള്ള ആരോപണം വരെ ഉയർന്നിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി വിധി വന്നത് അങ്ങനെ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അവർക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, സന്നിധിയിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സുപ്രീം കോടതി വിധി. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള സ്ത്രീകളെ തേടിപ്പിടിച്ച്, വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ തേടിപ്പിടിച്ച് അവിടേക്ക് കൊണ്ടുവന്ന് വേഷം മാറ്റി രായ്ക്ക് രാമാനം മല കയറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ സന്നിധിയിൽ അവിടെ അശുദ്ധിപ്പെടുത്താനായിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളും അവിടെ ആസൂത്രണം ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ഇട്ടിരുന്നു. അതായത് ഈ ഒരു ശബരിമലയുടെ ഒരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്യൂരിറ്റി ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള നിങ്ങളാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം എന്നും പറഞ്ഞു വരുന്നത്. അപ്പോൾ 4 വോട്ടിന് വേണ്ടിയുള്ള ഒരു നാടകമാണോ ഈ കാണിക്കുന്നത് എന്നുള്ളതാണ് ഡയറക്റ്റായി നിങ്ങളോട് ചോദിക്കാനുള്ളത്. നേരത്തെ തന്നെ അങ്ങനെ ഈ 2 സ്ത്രീകൾ അവിടെ വന്ന് സന്നിധാനത്തിലേക്ക് കയറുകയും അവിടെ വന്ന് സംഘർഷമുണ്ടാക്കിയതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ആ സംഘർഷത്തിനൊടുവിൽ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ ഹർത്താൽ നടത്തുന്നില്ലേ എന്ന ചോദ്യം, ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനത അത്ര പെട്ടെന്നൊന്നും അങ്ങ് മറക്കുമെന്ന് വിചാരിക്കരുത്. ആയിരക്കണക്കിന് കേസുകളാണ് നിരവധി ഈ ശബരിമലയിൽ ശരണം വിളിച്ചവരുടെയും അല്ലെങ്കിൽ നമ്മുടെ പൊതുനിരത്തുകളിൽ വിളക്ക് കൊളുത്തി നാമജപം നടത്തിയവരുടെയും പ്രതിഷേധ ജാഥ അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായിട്ട് നാമജപം നടത്തിയവരുടെയും അല്ലെങ്കിൽ നടത്തിയ സ്ത്രീകൾക്കും അടക്കമുള്ള പലർക്കും നേരിടേണ്ടി വന്നത്. ഈ കേസുകൾ പിൻവലിക്കുകയോ സുപ്രീം കോടതിയിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് അന്ന് തീർത്തും ആചാര വിരുദ്ധമായിട്ട് ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അത് പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല. അത് പിൻവലിക്കാതെ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെയാണ് ഇവിടുത്തെ ജനങ്ങൾ സംശയത്തോടെ കാണുന്നത് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത്. സുപ്രീം കോടതിയിലെ ഈ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഉരുണ്ട് കളിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന തമാശയാണ് അല്പസമയം മുമ്പ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ പറഞ്ഞത്. ഏത് വിശ്വാസികൾക്കൊപ്പം എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന പോലെ CPIക്കാർക്ക്, നിരീശ്വരവാദിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് ശബരിമലയിൽ കാര്യം? അതുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം, ഏത് വിശ്വാസികൾക്കൊപ്പം എന്നാണ് ചോദിക്കാനുള്ളത്. മാത്രമല്ല 20-ാം തീയതി നടക്കാൻ പോകുന്ന ഈ പരിപാടിക്ക് ഇതുവരെയും ബജറ്റ് ആയിട്ടില്ല എന്നും എങ്ങനെയാണ് ഈ തുക കണ്ടെത്തുക എന്നും ഒരു വ്യക്തതയും ദേവസ്വം ബോർഡിന് ഇതുവരെ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകൾ ഉണ്ട്. അത് ശബരിമലയുടെ വികസനമായോ അല്ലെങ്കിൽ ശബരിമലയുടെ ആധ്യാത്മിക തേജസ് വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല. അതിന് പിന്നിൽ മറ്റ് രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്നാണ് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നത്. ചില സമുദായ സംഘടനകളുടെ പിന്തുണ കിട്ടി എന്നതിൻ്റെ പേരിലാണ് ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയത്. അതായത് NSS പോലെയുള്ള സമുദായ സംഘടനകളുടെ. പക്ഷേ എതിർപ്പുകൾ ശക്തമാകുന്നതോടുകൂടി എതിർപ്പുകൾ വരുന്ന ഇടങ്ങളെ പോയി കണ്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നും ഹൈന്ദവ സംഘടനകളുമായി സഹകരിക്കാൻ ഈ കാര്യത്തിൽ കഴിയുന്നില്ല എന്നുമൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ പരാതി. തീർച്ചയായും ഇതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അയ്യപ്പ സംഗമത്തിലേക്ക് സ്റ്റാലിനെ പോലെയുള്ള ആളുകൾ എത്തുന്നതോടുകൂടി വ്യക്തമാക്കപ്പെടുകയാണെന്നുള്ളതാണ് ഒരു വസ്തുത. തീർച്ചയായും ശബരിമലയിൽ ഈ രാഷ്ട്രീയ നാടകം അരങ്ങേറാൻ പോകുന്നു. ഇതാണ് അരങ്ങേറാൻ പോകുന്ന രാഷ്ട്രീയ നാടകം എന്നുള്ളത് വ്യക്തമാണ്. ആ രാഷ്ട്രീയ നാടകത്തിന് വേദിയാകാൻ തീർച്ചയായും ശബരിമലയിൽ ഇത് അരങ്ങേറാൻ പോകുന്ന രാഷ്ട്രീയ നാടകം ഇത് തന്നെയാണ്. അതായത് ആ രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കാൻ ശബരിമലയെ പോലെ ഒരു
ദിവ്യമായ അല്ലെങ്കിൽ പുണ്യമായ ഒരു സ്ഥലം തന്നെ ഇവർ എടുക്കുന്നതാണ് ഹിന്ദുക്കൾ ഇതിനെ എതിർക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സംഘടനകളും വലിയൊരു വിഭാഗം ഭക്തരും എല്ലാം പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം കളിച്ചോളൂ, പക്ഷെ എന്തിനാണ് അതിന് ഇത്തരത്തിലുള്ളൊരു പുണ്യസ്ഥലം, ഇത്തരത്തിലുള്ളൊരു ദൈവികമായിട്ടുള്ളൊരു സ്ഥലത്തിനെ എടുത്ത് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം 2018 ഇവർ ചെയ്യുന്നതും 2025 ഇവർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഒരു പൊതുവെ നമുക്ക് തോന്നുമെങ്കിൽ, അതായത് 2018 ഇവർ ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ യുവതികളെ കമ്മ്യൂണിസ്റ്റുകാരികളായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകളെ കൊണ്ടുവരുന്നു. അതല്ല ഇനി 2025 ഇവർ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇത് രണ്ടാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇവർ അന്നും ഇന്നും ശബരിമലയുടെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിനെ ഒരു പ്യൂരിറ്റി ഇല്ലാതാക്കാനാണ് നോക്കുന്നത്, രാഷ്ട്രീയം കലർത്തിക്കൊണ്ട്. അന്ന് അവർ അതിന് മറ്റ് രാഷ്ട്രീയമാണ്, അവിടെ സ്ത്രീകളുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയവും ഒക്കെയാണ് അവിടെ കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് അത് ഇത്തരത്തിൽ ഒരു 4 വോട്ടിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു ഹിന്ദു ക്ഷേത്രമാവുന്നത് എങ്ങനെയാണ്, ഇത് അങ്ങനെ പലതരത്തിലുള്ള ഈ ഇടതുപക്ഷ ഈ കോണുകളിൽ നിന്ന് വരുന്ന പല ശബ്ദങ്ങളുണ്ട്. ഇത് ഒരു ദളിത് ക്ഷേത്രമാണ്, കാരണം ഇത് ചാത്തനാണ് ഇതിനകത്തിരിക്കുന്നത്, ചാത്തൻ ദളിതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ സൈദ്ധാന്തികമായി വിളമ്പുന്ന ബുദ്ധിജീവികളും ഇവരുടെ പാളയത്തിലുണ്ട്. പിന്നെ മറ്റൊരു വാദം എന്തെന്ന് പറഞ്ഞാൽ ശബരിമല ഒരു ബുദ്ധക്ഷേത്രമാണ്, അതുകൊണ്ട് ഇത് ഹിന്ദുക്കളുടേതല്ല. ഈ സനാതനം എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്നത് ഹിന്ദു, സിഖ്, ജൈന, പിന്നെ ഈ പറയുന്ന മതങ്ങളെല്ലാം, ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ബുദ്ധക്ഷേത്രമാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഹൈന്ദവമല്ലാതാകുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഇവർക്ക് ഉത്തരമില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോമാളിത്തരങ്ങൾക്ക് ശബരിമലയെ വേദിയാക്കരുത് എന്നുള്ളതാണ്. അന്നും ഇവർ ശബരിമലയെ ആക്രമിക്കുന്നു, ഇന്നും ഇവർ ആക്രമണം തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചില സോപ്പിടൽ പരിപാടികളൊക്കെ നടത്തിയിരിക്കുന്നത്. അതായത് ഈ ഭക്തരെ കയ്യിലെടുക്കുക എന്നുള്ളത്. കാരണം ഇതൊരു വലിയ സമൂഹമാണ് എന്നുള്ളത് ഇവർ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സമുദായ സംഘടനകളുടെ പിന്തുണയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പന്തളം കൊട്ടാരത്തിൻ്റെ ശക്തമായ എതിർപ്പ് വരുന്നത്. പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അനുകൂലമായിട്ടൊന്നുമില്ല, എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കേസുകൾ പിൻവലിക്കണം, അവർക്കെതിരെ എടുത്ത കേസുകളുണ്ടല്ലോ, ഭക്തജനങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചവർക്ക് എതിരെയൊക്കെയുള്ള ആ കേസുകൾ പിൻവലിക്കണം. ആ കേസുകൾ പിൻവലിച്ചിട്ട് പന്തളം കൊട്ടാരം പറഞ്ഞതോടുകൂടി അതൊരു വലിയ പിൻവലിക്കണമെന്ന് പന്തളം കൊട്ടാരം പറഞ്ഞതോടുകൂടി അത് വലിയൊരു തിരിച്ചടിയായിട്ട് സർക്കാരിനും ദേവസ്വം ബോർഡിനും മാറിയിട്ടുണ്ട്. ശബരിമലയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നവർക്കുള്ള ഒരു ശക്തമായിട്ടുള്ള താക്കീതാണ് പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം നടത്തിയത്. പ്രതിപക്ഷ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ച് പ്രതിപക്ഷ നേതാവിനെ കാണാനായി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് കാണാൻ പോലും കൂട്ടാക്കിയില്ല. അവിടെ നിന്നും ദേവസ്വം ബോർഡ് പ്രതിനിധികൾ നാണം കെട്ട് ഇറങ്ങി വരേണ്ടി വന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയെ കണ്ട് സോപ്പിടാനുള്ള ഹൈന്ദവ സംഘടനകളെ സോപ്പിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഈ പന്തളം കൊട്ടാരവുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായി ഈ മാസം 6-ന് കൊട്ടാരം പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും എന്നും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്ന മറ്റാളുകളെയുമെല്ലാം നേരിൽ കണ്ട് സമവായത്തിലെത്താൻ സാധിക്കുമോ എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പഠിച്ച പണി 18 ശ്രമിക്കുന്നത്.